നമസ്കാരം. ഇന്ന് അഖില ലോക വിഡ്ഢി ദിനം. ഏപ്രിൽ 1, ഏപ്രിൽ ഫൂൾ. വിഡ്ഢികൾക്ക് മാത്രമായി ഒരു ദിനം നമ്മുടെ പാശ്ചാത്യർ കണ്ടുപിടിച്ചതാണ്. അവർക്ക് ഓരോന്നിനും ഓരോ ദിനങ്ങളുണ്ട്. വനിതകൾക്കൊരു ദിനം, അച്ഛനമ്മമാർക്കൊരു ദിനം, എല്ലാവർക്കും ഓരോ ദിനങ്ങൾ. വാലന്റൈൻസ് ഡേ, കാമുകിമാർക്ക് ദിനം, അതുപോലെ വിഡ്ഢികൾക്കും ഒരു ദിനം. നമ്മളെ വിഡ്ഢികളെപ്പറ്റി പറഞ്ഞാൽ എല്ലാവരിലും ഒരു വിഡ്ഢി ഒളിഞ്ഞിരിപ്പുണ്ട്. ഏത് ബുദ്ധിമാനിലും ഒരു വിഡ്ഢി ഒളിഞ്ഞിരിപ്പുണ്ട്. അതിൻ്റെ ഏറ്റക്കുറച്ചിൽ മാത്രമാണ്. നമ്മൾ ഏത് ബുദ്ധിമാനും ചില വിഡ്ഢിത്തരങ്ങൾ കാണിക്കും. അതുപോലെ തന്നെ ഏത് വിഡ്ഢിയിലും ഒരു ബുദ്ധിമാനുമുണ്ട്. ബുദ്ധിമാൻ്റെ ലക്ഷണം അവനെ വലിയ വിഡ്ഢിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. പക്ഷേ വിഡ്ഢികൾ ആ വിഡ്ഢിയെ കണ്ടെത്തത്തില്ല. അവർ സ്വയം ബുദ്ധിമാന്മാരെന്ന് തെറ്റിദ്ധരിക്കും. അപ്പോൾ ഈ വിഡ്ഢി ദിനം ഇതും നമുക്ക് ആഘോഷിക്കേണ്ടതാണ്. എല്ലാവരിലും ഒരു വിഡ്ഢിയുണ്ടെന്ന് മനസ്സിലാക്കി ഈ വിഡ്ഢി ദിനം നമുക്ക് ആഘോഷിക്കാം. നമസ്കാരം. വിഡ്ഢി ദിനത്തെപ്പറ്റി 2 വാചകം സച്ചു പറയണം. സച്ചു പത്തനംതിട്ട. ഇവിടുത്തെ വളരെ പ്രഗത്ഭനായ ഒരു നടപ്പുകാരനാണ്, വളരെ ബുദ്ധിമാനാണ്, ഒട്ടും വിഡ്ഢിത്തം കൈവശമില്ലാത്ത ഒരു ബുദ്ധിമാനാണ് എന്നാണ് അദ്ദേഹം ധരിക്കുന്നത്. പറഞ്ഞോട്ടെ. ഇന്ന് ഏപ്രിൽ ഫൂൾ. പണ്ട് കാലങ്ങളിൽ ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. ഒരുപാട് പേര് ഓർത്തിരിക്കുന്ന ദിവസമായിരുന്നു ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞാൽ. അന്നത്തെ കാലത്ത് വിഡ്ഢികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഏപ്രിൽ ഫൂൾ എല്ലാവരും ഓർത്തിരുന്നു. ഇന്നിപ്പോൾ അതല്ല. ഇന്ന് വിഡ്ഢികളുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് ഈ ദിനത്തിന് പ്രാധാന്യം അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളും മറ്റും മുഖ്യധാരാ മാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയകളെയൊക്കെ ഉപയോഗിച്ച് പ്രചരണം നടത്തി ജനങ്ങൾ വിഡ്ഢികളായതുകൊണ്ട് മാത്രമാണ് അവരങ്ങനെ ചെയ്തത്. നമ്മൾ ചിന്താശേഷിയുള്ള ആൾക്കാരായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഒരു സെലിബ്രിറ്റിക്ക് ഒരു സീറ്റ് കൊടുക്കുകയോ ഒരു സെലിബ്രിറ്റിയെ കൊണ്ട് അവർ പറയുകയോ ചെയ്തില്ലായിരുന്നു. നമ്മൾ ചിന്താകുലരായ ആൾക്കാരാവണം. നമ്മുടെ ബുദ്ധി നമുക്ക് വേണ്ടി ഉപയോഗിക്കണം. ഇനിയും ഇങ്ങനെയുള്ള വിഡ്ഢി ദിനങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറയുകയാണ്. വിഡ്ഢി ദിനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം, എങ്കിലല്ല വിഡ്ഢിത്തത്തെ പറ്റി മനസ്സിലാവും. വിഡ്ഢി ദിനങ്ങൾ ഉണ്ടാകണ്ടേ? വിഡ്ഢി ദിനങ്ങൾ ഉണ്ടാവണ്ട. ഇന്നത്തെ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ചിന്താശേഷി വളരെ കുറവുള്ള ഞാനതല്ലേ ചോദിച്ചത്. ഈ എല്ലാ മനുഷ്യരിലും ഒരു വിഡ്ഢിയും എല്ലാ മനുഷ്യരിലും ഒരു ബുദ്ധിമാനുമുണ്ട്. അന്നേരം നമ്മൾ നമ്മുടെ സ്വയം നമ്മുടെ വിഡ്ഢിത്തം തിരിച്ചറിയണ്ടേന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ തിരിച്ചറിയണം. അല്ല, അങ്ങനെയല്ല. നമ്മൾ ചെയ്തതെല്ലാം ശരിയാണ്, എല്ലാം അല്ല. 100% ജനുവനായ മനുഷ്യരില്ലല്ലോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. എല്ലാ രീതിയിലുള്ള ആൾക്കാരും ഉള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും വിഡ്ഢികളായ ആൾക്കാർ വളരെ കുറയുന്നതാണ് നല്ലത്. താങ്ക് യു. ബൈ. നമസ്കാരം. റഷീദ്, അഡ്വക്കേറ്റ് റഷീദ്. അദ്ദേഹം എൻറോൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ പ്രാക്ടീസ് ചെയ്യുന്നില്ല. പിന്നെ മറ്റൊരു സ്ഥാപനത്തിൽ ICICI മാനേജറാണ്. അദ്ദേഹത്തിന് ഈ വിഡ്ഢിത്തരത്തെ പറ്റി പറയാൻ ഏറ്റവും അറിവുള്ള ആളാണ്. അദ്ദേഹം വിഡ്ഢിത്തരത്തെ പറ്റി അദ്ദേഹം വിഡ്ഢിത്തം കാണിക്കാത്തതുകൊണ്ട് അറിവുണ്ടെന്നാണ് പറഞ്ഞത്. അദ്ദേഹം വളരെ ബുദ്ധിമാനായ ആളാണ്. വിഡ്ഢിത്തത്തെ പറ്റി പറയാൻ വളരെ യോഗ്യനായ മനുഷ്യനാണ് അദ്ദേഹം. വിഡ്ഢിത്തരത്തെ പറ്റി ഒന്ന് പറയാം. എനിക്ക് വിഡ്ഢിത്തരത്തെക്കുറിച്ചല്ല പറയാനുള്ളത്, വിഡ്ഢി ദിനത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. പിന്നെ എനിക്കിപ്പോൾ തോന്നിയൊരു കാര്യം വെച്ചാൽ, ഇപ്പം ഈ ലോക ജനതയെ, ഈ ലോക രാഷ്ട്രങ്ങളെ മുഴുവൻ വിഡ്ഢികളായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അതായത് വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു സമയമാണിത്. അതായത് അമേരിക്കയുടെ ലക്ഷ്യവും ഗൾഫ് രാഷ്ട്രങ്ങളുടെ വളർച്ചയും അതാണ് വിഷയം. ഈ സാഹചര്യത്തിൽ മുഴുവൻ രാജ്യങ്ങളെയും, അതായത് മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകളെയും മറ്റു രാജ്യങ്ങളെയും വിഡ്ഢികളായിക്കൊണ്ട് അമേരിക്ക നടത്തുന്ന ഈ കോപ്രായവും ഈ യുദ്ധ തന്ത്രങ്ങളും മനസ്സിലാക്കി ഈ വിഡ്ഢിത്തരത്തിന് പിറകെ പോകാതെ എത്രയും പെട്ടെന്ന് ഇതിനൊരു ശമനം, ഒരു പരിഹാരം കണ്ടെത്തി ഒത്തൊരുമയോടെ പോകണമെന്നാണ് ഈ വിഡ്ഢിദിനത്തിൽ മറ്റ് വിഡ്ഢികളായ രാജ്യക്കാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. താങ്ക് യു. അതിന് അദ്ദേഹം പറഞ്ഞത് അമേരിക്ക മര്യാദയ്ക്ക് നിൽക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പിന്നെ വലിയൊരു കടന്ന ചെയ്ത്തായി പോയി അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഈ സന്ദേശം ട്രംപ് കേട്ടിട്ട് ഞെട്ടിത്തെറിക്കണം, അതാണ് വേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഈ സന്ദേശം ട്രംപ് കേൾക്കുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. KJ മനുവിൻ്റെ ചാനൽ ട്രംപ് കണ്ടിട്ട് വളരെ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും. അതായത് ഈ വിഡ്ഢിത്തരത്തിൽ അങ്ങ് ഇത് പറഞ്ഞു തന്നെ ഒരു നല്ല കാര്യമാണ്, നല്ല സന്ദേശമാണ്. വിഡ്ഢികൾക്കുള്ളൊരു സന്ദേശമാണ്, ഒരു വിഡ്ഢി സന്ദേശമാണ്. അല്ലെ ഈ പത്തനംതിട്ട സ്റ്റേഡിയത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ ഈ അമേരിക്കയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഒരു കാര്യമില്ലാത്ത അമേരിക്ക, പാവം അമേരിക്കയെ പറ്റി ഇങ്ങനെ പറയാം. താങ്കൾ ഇങ്ങനെ പറയാം, പാവം അമേരിക്കയെ പറ്റി ഇങ്ങനെ പറയാമോ? പാവം അമേരിക്കയെ പറ്റി ഇങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ എനിക്ക് അങ്ങനെ പറയാനുള്ളത്, അങ്ങ് എല്ലാവരും ഇങ്ങനെ ഒരുപാട് എപ്പോഴും ഇങ്ങനെ വിഡ്ഢിയാക്കാൻ നോക്കരുത്.